നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു നിർത്തി. ഇനി നമുക്ക് ട്രൈ ദീസ് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ സെക്കൻഡ് ട്രൈ ദീസ് ആണ് കേട്ടോ. സെക്കൻഡ് നമ്മുടെ ചാപ്റ്ററിലത്തെ എക്സ്പെൻസ് ആൻഡ് പവേഴ്സിൽ സെക്കൻഡ് ട്രൈ ദീസ്. ഓക്കെ, അപ്പോൾ ഇതാ ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ദ ഫോളോയിങ് യൂസിങ് എക്സ്പോണൻസ് ആണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാം. 1025.63 ഇതാണ് നമ്മുടെ നമ്പർ. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ട്, അതായത് ഈ പോർഷൻ നമുക്ക് എന്താ എക്സ്പാൻഡ് അറിയാമല്ലോ. അപ്പം അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അപ്പം എങ്ങനെയാണ്? 1 ഇൻറ്റു ബാക്കി എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ. അപ്പം 3 0 പ്ലസ് അടുത്തെന്താ 0 ഇൻറ്റു ബാക്കി എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ. അപ്പോൾ 100. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഈ 0ൻ്റെ കേസ്. പിന്നെ ഇനിയിപ്പോൾ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ എഴുതിയതിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതിങ്ങനെ എഴുതിച്ച് കുഴപ്പമില്ല. ഇതിങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോ, കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നാലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് എഴുതിക്കോ, കുഴപ്പമില്ല. ഇനി പ്ലസ് അടുത്ത നമ്പർ 2 ഇൻറ്റു 2 കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? ഒരെണ്ണം. അപ്പോൾ 10 പ്ലസ് 5 ഇൻറ്റു 5 കഴിഞ്ഞപ്പോൾ ഡെസിമൽ പോയിൻ്റ് അല്ലേ, അപ്പം ഇൻറ്റു 1 പ്ലസ് ഇനി 6 ഇൻറ്റു ഡെസിമൽ പാർട്ട് കഴിഞ്ഞാൽ പിന്നെ, അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം എങ്ങനെ എഴുതണം? 1/8 വേണം എഴുതാൻ. ഓക്കെ, 1/10 പ്ലസ് 3 ഇൻറ്റു അടുത്തെന്തായിരിക്കും? 1/100. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിലോ 1000, 1/1000 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിനെല്ലാത്തിനും എക്സ്പോൺ ഫോമിലേക്ക് മാറ്റാം. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 3 0. അപ്പോൾ 10⁻³ പ്ലസ് 0 ഇൻറ്റു ഇവിടെ എത്ര പൂജ്യമുണ്ട്? 2 0. അപ്പോൾ 10⁻² പ്ലസ് 2 ഇൻറ്റു 10. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 1 0. അപ്പോൾ 10⁻1 പ്ലസ് 5 ഇൻറ്റു ഇതെല്ലാം ഇനി 10 സംതിങ് അല്ലേ. അപ്പോൾ ഈ 1 എന്നുള്ള സംഭവത്തിന് നമുക്ക് 10 എഴുതണം. നമുക്കറിയാം a⁻0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അതായത് എനി നമ്പർ raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? 10⁻0. അപ്പോൾ ഒരു ഫോം ആയില്ലേ, ഒരു പാറ്റേൺ ആയില്ലേ. 10⁻3 10⁻2 10⁻1 10⁻0 ഉണ്ടോ? ആൻഡ് നമുക്കറിയാം 10⁻0 ഇസ് വാട്ട്? 1 ആണ് അല്ലേ. അപ്പോൾ ഈക്വലായി പ്ലസ് 6 ഇൻറ്റു 1/10⁻1 അല്ലേ, ഒരു പൂജ്യമല്ലേ ഉള്ളൂ. പ്ലസ് 3 ഇൻറ്റു 1/10⁻2 ഇതെത്ര പൂജ്യമുണ്ട്? 2 0. ഓക്കെ, ഇനി നമുക്കിത് മൊത്തം ഒരേ വരിയിൽ എഴുതി വെക്കണം. ഓക്കെ, ഒറ്റൊരു സിംഗിൾ വരിയിൽ എഴുതണം. അപ്പോൾ എഴുതും 1 ഇൻറ്റു 10⁻³ പ്ലസ് 0 ഇൻറ്റു 10⁻² പ്ലസ് 2 ഇൻറ്റു 10⁻1 പ്ലസ് 5 ഇൻറ്റു 10⁻0 പ്ലസ് 6 ഇൻറ്റു ഈ 10⁻1 മേളിലേക്ക് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? 10⁻−1. അത്രേ ഉള്ളൂ. ഓക്കെ, 10⁻−1 പ്ലസ് 3 ഇൻറ്റു 10⁻2 താഴത്തെ 2 മേളിലേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? -2. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 10⁻2 ഞാൻ ഡിനോമിനേറ്ററിലേക്ക് എടുത്തെങ്കിൽ എന്ത് സംഭവിക്കും? 1/10⁻2 എന്നായി മാറും. ഓക്കെ, അതിൻ്റെയൊക്കെ ഇക്വേഷൻ നമ്മൾ പഠിക്കും. ഓക്കെ, എങ്ങനെയാണ് അങ്ങനെ ആവുന്നതെന്നൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഡയറക്റ്റ് ഇതിൽ വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. 1256.249 ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരും. 1 ഇൻറ്റു, അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ എത്ര പൂജ്യമുണ്ട്? 3 നമ്പേഴ്സ്. അപ്പോൾ എന്താ? 10⁻³ പ്ലസ് അടുത്ത നമ്പർ 2 ഇൻറ്റു 2 കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 2. 10⁻² പ്ലസ് അടുത്തത് 5 ഇൻറ്റു 10⁻1 പ്ലസ് 6 ഇൻറ്റു 10⁻0. ഓക്കെ, പ്ലസ് അടുത്തതായിരിക്കും 2 ഇൻറ്റു ഫസ്റ്റ് വൺ എന്തായിരിക്കും? 1/10 ആയിരിക്കും, ശരിയല്ലേ. അപ്പോൾ 1/10 എന്ന് പറഞ്ഞാൽ എന്താ? 10⁻1 ആണ്, ശരിയല്ലേ. അപ്പോൾ ഈ 10⁻1 മേളിലേക്ക് എടുക്കുമ്പോൾ എന്തായി മാറും? 10⁻−1 പ്ലസ് അടുത്തത് 4 ഇൻറ്റു 1/10 എന്നാണ് വരിക അല്ലേ. 4 ഇൻറ്റു 10 അല്ല 100 അല്ലേ. അപ്പോൾ അതെന്താ?
4 ഇൻറ്റു 1/10⁻². ഈ 10⁻² ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 10⁻² ആവും. അത്രേ ഉള്ളൂ. അപ്പോൾ 4 ഇൻറ്റു 10⁻². അടുത്ത എന്തായിരിക്കും? 9 ഇൻറ്റു 10⁻² എന്തായിരിക്കും? -3. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ഡെസിമലിന് മുന്നേ ഉള്ളതെല്ലാം ഇങ്ങനെ ആയിരിക്കും ഇൻക്രീസിങ്, ഡെസിമലിന് കഴിഞ്ഞുള്ളതെല്ലാം ഇങ്ങനെ ഇരിക്കും ഇൻക്രീസിങ്. ഓക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് ഇത് ഈസിയാണ്. 3 2 1 0 -1 -2 -3 അങ്ങനെ ഓർഡറല്ലേ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഓർഡർ ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് എക്സ്പോണൻസ് ആണ്. ഇനി നമുക്ക് കുറച്ച് ലോകൾ പഠിക്കണം. എന്നിട്ട് ഈ ലോകളുടെ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഭയങ്കര ഈസിയാവും. ഓക്കെ, ലോകൾ ഭയങ്കരമായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ നമ്മൾ അറിയേണ്ടത് a⁻m എന്നൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ എനിക്കതിനെ എങ്ങനെ ആക്കാൻ പറ്റും? 1/a⁻m എന്നാക്കാൻ പറ്റും. എനിക്ക് നെഗറ്റീവ് സംഭവത്തിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇത്. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള പവർ അല്ലേ, അപ്പോൾ എം എന്ന് പറയുന്നത് പവർ അല്ലേ, മേലെയുള്ള സംഭവം. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പോൾ അത് മാറ്റാനായിട്ടുള്ള ഒരു വഴിയാണ് ഇത്. ഇതൊരു ഇക്വേഷനാണ്. ഓക്കെ, ലോ ആണ്, ഒരു ഇക്വേഷനാണ് ഇത് ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പോൾ 2⁻³ ഇതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യും? കൂടുതലൊന്നുമില്ല, ഒരു 1/2 കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ നമ്പർ പോസിറ്റീവ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാം. 2⁻². അപ്പോൾ അതെങ്ങനെയായിട്ട് മാറും? 1/2². അത്രേ ഉള്ളൂ. സിമ്പിൾ സംഭവം. നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു 1/2 കൊടുക്കാം മേലെ, എന്നിട്ട് നമ്മുടെ പവർ പോസിറ്റീവ് ആയിപ്പോൾ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോ. ഇനി വേറൊരെണ്ണം പറയാം. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരെ തിരിച്ച്, അതായത് ഇപ്പോൾ 1/a⁻m അല്ലെങ്കിൽ a⁻m എന്നാണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? 1/a⁻m. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ചത് എന്താ? a⁻m ആയപ്പോൾ 1/a⁻m ആക്കാം. അടുത്തത് a⁻m ആണെങ്കിലോ 1/a⁻m ആവും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു നമ്പർ നോക്കാം. 2⁻³ എന്നത് എന്തായിട്ട് മാറും? 1/2⁻³ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരെണ്ണം പറയാം. 3⁻² എന്തായിട്ട് മാറും? 1/3⁻². അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോ. ഈ ലോ ആണ് ഞാൻ എക്സ്പോണൻസിൽ എന്താ പറയുക, നമ്മുടെ എക്സ്പാൻഡിൽ ഉപയോഗിച്ചത് ഈ ഒരു ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ലോ പഠിക്കാം. അപ്പോൾ 2 പഠിച്ച് ഇനി മൂന്നാമത്തെ പഠിക്കാം. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m + n. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ലോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു നമ്പർ എടുക്കാം. 2⁻³ ഇൻറ്റു 2⁻² എന്ത് വരും നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനകത്ത് നമ്മുടെ പവർ ബേസൊക്കെ ശ്രദ്ധിക്കണം. ഇതിലെന്താ? ബേസ് സെയിമാണ്, ശരിയല്ലേ? ഇവിടെയും ബേസ് സെയിമാണ്, 2. അത് തന്നെ ഇവിടെ എഴുതിയേക്കണം അല്ലേ? ഇനി ⁻² എന്താ നമുക്കിത് പറഞ്ഞേക്കണത്? മേലുള്ളത് എന്ത് ചെയ്യണം? രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ? -3 + -2. അപ്പോൾ എന്ത് വരും? 2⁻². ഇതെന്താ? സെയിം സൈനാണ് അല്ലേ? പ്ലസ് മൈനസ് മീൻസ് വാട്ട്? പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് തന്നെയാണ്. ഓക്കെ, പ്ലസും മൈനസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെഡ് ആസ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ് എന്താ? നെഗറ്റീവ്. ഓക്കെ, അപ്പം എന്തായി മാറി? നെഗറ്റീവ്. സെയിം സൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് പുട്ട് കോമൺ സൈൻ. 3 ഉം 2 കൂടി ആഡ് ചെയ്യുക, കോമൺ സൈൻ ആയിട്ട് കൊടുക്കുക. 2⁻5. ഓക്കെ, ഇനി ഇത് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനിയിപ്പോൾ ഇതിനെ പോസിറ്റീവ് ആക്കി നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് എക്സ്പോണൻറ്റിനെ ഇപ്പോൾ ഇതിൻ്റെ പവർ കണ്ടോ? ഇതിൻ്റെ പവർ എന്താ? നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ നെഗറ്റീവിനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത റൂൾ ഉപയോഗിക്കണം. അടുത്ത റൂൾ എന്താ?
എ റേസ് ടു മൈനസ് എം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം 1/a⁻m ആക്കാം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിട്ട് മാറും 1/2⁵. ഇങ്ങനെയും എഴുതി നിർത്താം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ എത്രാമത്തെ റൂളാണ്? 3rd റൂൾ. ഇനി 4th റൂൾ പഠിക്കാം. 4th റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m ഡിവൈഡഡ് ബൈ a⁻n. ഇതിനെ വേറെ രീതിയിൽ എഴുതും. അതായത് ഇങ്ങനെ a⁻m ഡിവൈഡ് ബൈ a⁻n ഇങ്ങനെയും എഴുതും. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ a⁻m-n. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ 5⁻² ഇൻറ്റു 5⁴. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇതെന്തായിട്ട് വരും? ഇത് ഇൻറ്റു അല്ലേ, ഡിവിഷൻ. ഓക്കെ, ഡിവൈഡ് ബൈ 5⁴. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സോൾവ് ആക്കാം? ഇതിപ്പോൾ കണ്ടോ, നമ്മൾ എന്ത് ഫോമാണ്? a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്നുള്ള ഫോമാണ്. അപ്പോൾ എന്തായിട്ട് മാറും? a⁻m-n ആയി മാറും. അപ്പോൾ ഇവിടെ a എന്താണ്? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം, ശരിയല്ലേ? ജസ്റ്റ് ആ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ 5⁻m എന്ന് പറഞ്ഞാൽ എന്താ? -2 മൈനസ് n എന്ന് പറഞ്ഞാൽ എന്താ? 4. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, -2 -4 എന്താണ്? സെയിം സൈൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് പുട്ട് കോമൺ സൈൻ. ഓക്കെ, ആഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സിമ്പിൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഈ നമ്പർ മാത്രം തമ്മിൽ ആഡ് ചെയ്തിട്ട് അതേ സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ആൻസർ കിട്ടി 5⁻6. ഇനി ഈ നെഗറ്റീവിനൊന്ന് മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അടുത്ത ഇക്വേഷൻ അറിയാം അല്ലേ? a⁻m ആണെങ്കിൽ എന്തായിട്ട് മാറും? 1/a⁻m ആയിട്ട് മാറും, ശരിയല്ലേ? അപ്പം 5⁻6 എന്നുള്ളത് എന്തായിട്ട് മാറും? 1/5⁻6. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് ഇതേ ഫോം ആയിരുന്നെങ്കിലോ? ഇപ്പം വേറൊരെണ്ണം പറയാം. -5⁴ ഇൻറ്റു -5⁴. ഇതെന്ത് ഫോമാ? നെഗറ്റീവൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എന്ത് തന്നെയാണ്? a⁻m ഇൻറ്റു a⁻n ആണ്, ശരിയല്ലേ? അതിൻ്റെ എന്താണ്? a⁻m+n ആണ് നമുക്കറിയാം. അപ്പോൾ a എന്താ? 5⁻m is 4 + 2. അപ്പം എന്തോരും? -5⁻6. ഓക്കെ, ഇനി ഇതിന് ചില കേസുകളിൽ ഈ നെഗറ്റീവിനെ ഒന്ന് മാറ്റി നിർത്താറുണ്ട്. ഇത് കറക്റ്റാണ്, ഇത്രയും മതി. ഓക്കെ, നമ്മുടെ ആൻസർ കറക്റ്റാണ്. ഇനി ഇപ്പോൾ ചില കേസുകളിൽ ഈ ഈ നെഗറ്റീവിന് നമ്മൾ ഈ പവർ കൊടുക്കും. ഓക്കെ, അപ്പം എന്തോരും? -5 മീൻസ് വാട്ട്? -1 × 5 ആണ് -5, ശരിയല്ലേ? എന്നിട്ട് ഇതിനെ കൊടുക്കാം. അപ്പം എന്ത് സംഭവിക്കും? -1/6 ഇൻറ്റു 5/6. -1/6 എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം -1 ഇതിൻ്റെ പവർ 6 ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 1 ആയിരിക്കും ആൻസർ. ഓഡ് നമ്പർ ആണെങ്കിൽ മൈനസ് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പറാണ്, ജസ്റ്റ് നോക്കിയിട്ട് ആ മൈനസ് ഇടണോ വേണ്ടേ നമുക്ക് നോക്കാം അല്ലേ? ഇപ്പോൾ അപ്പം എന്തൊരു ആൻസർ? 5/6 എന്ന് വരും. ഇനിയിപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം നിർബന്ധമില്ല, നമുക്ക് ഒറ്റടിക്ക് കാണുമ്പോൾ മനസ്സിലാവും. -5/6 ആണ്, പവർ എത്രയാണ്? 6. അപ്പോൾ ഇത് പോസിറ്റീവ് ആവും. ഓക്കെ, ഇനിയിപ്പോൾ -5/7, അപ്പോൾ പവർ എന്താ? ഓഡ് നമ്പറാണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ടാവും, അപ്പോൾ ചേഞ്ച് ഒന്നും വരാൻ പോകണില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആക്കി നമുക്ക് വേണമെങ്കിൽ നിർത്താം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട്. ഇനി അടുത്തത് കുറച്ച് ട്രൈദീസാണ് ഈ ഒരു മോഡലുള്ളത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി എക്സ്പോണൻസിൻ്റെ ബാക്കി ലോസ് പഠിക്കാം.